ഹലോ ഓൾ, വെൽക്കം ടു സൈലം IAS കൂടെ ഡേ 10. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സീമിംഗ്ലി വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഓൺ ഇന്ത്യൻ കൾച്ചർ. ഡിസ്കസ് ദി ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് പോളിസീസ് ഓൺ ഇന്ത്യൻ കൾച്ചർ. ചോദ്യം അറിയാമെന്ന് കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, ഫാക്ട് റിഡൻ ആണെങ്കിൽ നല്ലത്. നല്ല ഫാക്ട്സും കീവേഡ്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് സംഭവം അറിയാമെന്ന് കാണിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചോദ്യം എന്ന് പറയുന്നത് 15 മാർക്കിനാണ്, ഡിസ്കസ് ആണ്. ഇമ്പാക്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് വാക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് പോളിസീസിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ആൻസറിൽ വരണം. എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷ് പോളിസീസിൻ്റെ പോസിറ്റീവ്സ് ഉണ്ടായത്, എങ്ങനെയാണ് ബ്രിട്ടീഷ് പോളിസീസ് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്തത്, അങ്ങനെ 2 ആസ്പെക്റ്റ് വരണം. ഇപ്പോൾ പോസിറ്റീവ്സ് എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റെയിൽവേസ് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് പോളിസീസിൻ്റെ ഭാഗമാണ്. അതേപോലെ തന്നെ വിഡോസ് റീമാരേജ് ആക്ട്, സോഷ്യൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സൊസൈറ്റിക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നൊരു സാധനമാണ് വിഡോ റീമാരേജസ് ആക്ട്, ഇല്ലെങ്കിൽ സതി പ്രൊഹിബിഷൻ ആക്ട് എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഒരുപാട് രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി അവരെ സഹായിച്ചു. ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ബ്രിട്ടീഷ് ടെറിട്ടറിയിലേക്ക് അക്വയർ ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത പോളിസീസാണ്. അപ്പോൾ അങ്ങനെ പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ബ്രിട്ടീഷ് പോളിസീസിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതാണ് കണ്ടന്റ് പാർട്ടിൽ വരേണ്ടത്. ഇൻട്രൊഡക്ഷൻ. ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ബ്രോട്ട് അബൌട്ട് മേജർ കൾച്ചറൽ ഷിഫ്റ്റ് ഇൻ ഇന്ത്യ. The colonial domination based on white supremacy and white man's burden. The colonial domination brought out by white supremacy and white man's burden doctrine also involved colonization of minds and cultural domination. White man's supremacy, white man's burden, ഇങ്ങനെയൊക്കെയുള്ള ഡോക്ട്രെയിൻസ് ആണ് ബേസിക്കലി ഈ ഒരു കോളനൈസേഷനെ അവരെ ഹെൽപ്പ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇമ്പാക്റ്റുകൾ സംഭവിച്ചു. നല്ലൊരു ഇൻട്രൊഡക്ഷനാണ്. ഇനി പോസിറ്റീവ് ഇമ്പാക്ട്സ് 15 മാർക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് ഒരുപാട് ഡയമെൻഷൻസ് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് സോഷ്യൽ റീഫോംസ്, ഇവരുടെ പോളിസീസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സോഷ്യൽ റീഫോംസ് ഉണ്ടായിരുന്നു. സതി പ്രൊഹിബിഷൻ ആക്ട്, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് നിരോധിച്ചത്, അതുപോലെ തന്നെ വിഡോ റീമാരേജസ് പ്രൊമോട്ട് ചെയ്തത്. സോഷ്യൽ റീഫോംസ് ഇവരുടെ പോളിസീസിൻ്റെ ഭാഗമായിട്ടുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യൻ റിനൈസൻസിനെ, ഇന്ത്യൻ ഏജ് ഓഫ് എൻലൈറ്റനിനെ എയ്ഡ് ചെയ്യാനും ബ്രിട്ടീഷ് പോളിസീസ് ഒരു പോയിന്റ് വരെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇപ്പം രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, ഇവരെല്ലാം ബ്രിട്ടീഷുകാർ ഇൻഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പ്രൊമോട്ട് ചെയ്ത ഒരു മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് ഇൻ്റലക്ച്വൽ നോളജ് അക്വയർ ചെയ്ത് അതിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സൊസൈറ്റിയെ മാറ്റാൻ ശ്രമിച്ചവരാണ്. പ്രൊമോഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ. ബ്രിട്ടീഷ് റിഗ്രറ്റ് ചെയ്ത അവരുടെ കോൺട്രിബ്യൂഷനിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ എഡ്യൂക്കേഷനാണ്. കാരണം മോഡേൺ എഡ്യൂക്കേഷൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു ക്ലാസ് ഓഫ് എൻലൈറ്റൻഡ് ഇന്ത്യൻസ് ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിള് അത്രയും സ്ട്രോങ് ആവാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് ആഫ്രിക്കയിൽ അവർ എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ലാംഗ്വേജ് പെൻട്രേഷനും ഒക്കെ കഴിവതും കുറയ്ക്കാനായിട്ട് ശ്രമിച്ചത്. വെസ്റ്റേൺ തോട്ട്സ്, അതേപോലെ തന്നെ ലിബർട്ടി, ഇക്വാലിറ്റി പോലുള്ള ഐഡിയാസ്, ഇതെല്ലാം മോഡേൺ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. Cultural fusion, syncretism that came through the blend of Western and Indian taste. അതും നമ്മുടെ നാഷണലിസത്തിനെയും അതേപോലെ തന്നെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രസ് ആൻഡ് വെർണക്കുലർ ലിറ്ററേച്ചർ. ഇപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നൊരു ഐഡിയ അവർ പ്രൊമോട്ട് ചെയ്തു. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ല, ബ്രിട്ടീഷേഴ്സ്, ജെയിംസ് അഗസ്റ്റസ് ഹുക്കിയെ പോലുള്ളവർ ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുവന്നു. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് ഇൻഡിജിനസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് വന്നു. അവർ പ്രസ് മൂവ്മെൻറ്റ് പോലുള്ള, ലൈബ്രറി മൂവ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിലൂടെ ഈ ഒരു നാഷണലിസത്തിൻ്റെയും അതേപോലെ തന്നെ മോഡേൺ ഇൻ്റലക്ച്വൽ അവയർനെസ്സും ആളുകളിലേക്ക് എത്തിച്ചു. അതെല്ലാം ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവന്നു. പിന്നെ ഏഷ്യാറ്റിക് സൊസൈറ്റി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയുടെ കൾച്ചറൽ പാസ്റ്റിൻ്റെ റീഡിസ്കവറിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അഡ്വേഴ്സ് ഇമ്പാക്റ്റ്, എഡ്യൂക്കേഷൻ്റെ ആംഗ്ലിസൈസേഷൻ, ഇന്ത്യയുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള നോളജ്, ഇൻഡിജിനസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഗുരുകുലാസും മദ്രസാസും അതൊക്കെ
ഇല്ലാതാവാൻ കാരണമായി. റിലീജിയസ് പോളിസീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കമ്മ്യൂണൽ ഡിവിഷൻ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് കൊണ്ടുവരാനുമൊക്കെ കാരണമായത് ബേസിക്കലി ബ്രിട്ടീഷിൻ്റെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി മൂലമാണ്. കൾച്ചറൽ എലിയനേഷൻ, വൈറ്റ് മാൻസ് ബർഡൻ. ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഇൻഹറൻ്റ്ലി ഇൻ്റലക്ച്വലി ബാക്ക്വേർഡ് ആണ് എന്ന ഒരു കൾച്ചറൽ എന്താ പറയുക സപ്രഷൻ ഇവിടെ സംഭവിച്ചിരുന്നു. ആംഗ്ലിസൈസ്ഡ് എലൈറ്റ്സ് ഇന്ത്യൻ കൾച്ചറിനെ ഇൻഫീരിയർ ആയിട്ടാണ് എപ്പോഴും കണ്ടിരുന്നത്. ഇന്ത്യൻ ആർട്ടും ഹാൻഡിക്രാഫ്റ്റുകളും ഒക്കെ ഇപ്പം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇല്ലാതായതോടെ അവരുടെ പാറ്റേൺഷിപ്പ് കുറയുകയും അതേപോലെ തന്നെ ഇന്ത്യൻസ് ആയിട്ടുള്ള ആർട്ടും ആർക്കിടെക്ചറും ഒക്കെ ഇല്ലാതാവുകയും ചെയ്തു. ഇമ്പോഷൻ ഓഫ് വെസ്റ്റേൺ വാല്യൂസ് ആൻഡ് മൊറാലിറ്റി. ഓൾറെഡി നമുക്കുള്ള സെൻസ് ഓഫ് ജസ്റ്റിസ് മാറിയിട്ട് വെസ്റ്റേൺ വാല്യൂസ് ബേസ് ചെയ്തിട്ടുള്ള മൊറാലിറ്റി നമ്മുടെ പുറത്ത് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഫോറസ്റ്റ് പോളിസീസ്. ഇപ്പം ഫോറസ്റ്റ് പോളിസീസ് ട്രൈബൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് മാറ്റിയിട്ട് ടിമ്പർ ഓറിയൻറ്റഡ് ആയി. റിസോഴ്സസ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ പോളിസീസ് ആയിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കളക്റ്റീവ് ഓണർഷിപ്പ് എന്നുള്ള സാധനത്തിനെ മാറ്റിയിട്ട് ട്രൈബൽസിൻ്റെ സപ്രഷന് കാരണമായി. ഇറോഷൻ ഓഫ് ലോക്കൽ ഫെസ്റ്റിവൽസ് ആൻഡ് ഫോക്ക് ട്രഡീഷൻ. ഗണേശ് ഉത്സവവും അതേപോലുള്ള സാധനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഡിസ്കറേജ് ചെയ്തു. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി സ്പെസിഫിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൺക്ലൂഷൻ. ബ്രിട്ടീഷ് പോളിസീസ് ഹാഡ് എ ഡ്യുവൽ കൾച്ചറൽ ഇമ്പാക്റ്റ്. ബ്രിട്ടീഷ് പോളിസീസിന് ഒരു ഡ്യുവൽ കൾച്ചറൽ ഇമ്പാക്റ്റാണ് ഉണ്ടായത്. വൈൽ ദേ ഡിസ്റപ്റ്റഡ് ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദേ ഓൾസോ ഹെൽപ്ഡ് സ്പാർക്ക് മോഡേൺ അവയർനെസ് ആൻഡ് റീഫോം. Indian society responded with a blend of adaptation, resistance and revival which eventually shaped the path of socio-political change. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതേ സമയം തന്നെ മീൻ വൈൽ മോഡേൺ അവയർനെസ്സും അതേപോലെ തന്നെ മോഡേൺ ഐഡിയാസും കൊണ്ടുവരാനും ബ്രിട്ടീഷേഴ്സ് കാരണമായി. ഇന്ത്യക്കാർ ദേ ട്രൈ ടു അഡാപ്റ്റ്, റെസിസ്റ്റ് ആൻഡ് റിവൈവ് വിച്ച് ലെഡ് ടു സെവറൽ സോഷ്യോ-പൊളിറ്റിക്കൽ ചേഞ്ചസ്. ഭയങ്കര നല്ല കൺക്ലൂഷനാണത്. ഹയർ അനാലിസിസ് ഉള്ള ആ ഒരു ഇൻഡെപ്ത് വ്യൂ ഉള്ള ഒരു ഹയർ ലെവലിലുള്ളൊരു കൺക്ലൂഷനാണ് ഇത്. ഓക്കെ, അപ്പം നിങ്ങൾ എഴുതിയ ആൻസർ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ആൻസേഴ്സിന് വേണമെങ്കിലോ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു മീ. ഓക്കെ, താങ്ക് യു.